പൈവളികെ പഞ്ചായത്തിൽ 20 വർഷമായി ബി.ജെ.പി. കൈവശം വെച്ച വാർഡിൽ എൽ.ഡി.എഫ്. സ്ഥാനാർത്ഥി സക്കറിയ ബായാർ നേടിയത് തകർപ്പൻ വിജയം. തീപാറും പോരാട്ടത്തിന് വേദിയായ 6-ാം വാർഡ് മുളിഗദ്ദയിൽ 27 വോട്ടുകൾക്കാണ് സക്കറിയ ബായാർ ചരിത്ര വിജയം നേടിയത്. ആഹ്ലാദ പരിപാടികളുമായി എൽ.ഡി.എഫ്. പ്രവർത്തകർ സക്കറിയ ബായാറിന്റെ വിജയം ആഘോഷമാക്കുകയാണ്. 20 വർഷമായി ബി.ജെ.പി. കൈവശം വെച്ച വാർഡിൽ എൽ.ഡി.എഫിന് മിന്നും വിജയം. പൈവളികെ പഞ്ചായത്തിലെ 6-ാം വാർഡ് മുളിഗദ്ദയിലാണ് ഡിവൈഎഫ്ഐ നേതാവായ സക്കറിയ ബായാർ ചരിത്ര വിജയം നേടിയത്. ബി.ജെ.പിക്ക് വ്യക്തമായ ആധിപത്യമുണ്ടായിരുന്ന വാർഡിൽ യുവ നേതാവിനെ ഇറക്കി പിടിച്ചെടുക്കാമെന്ന CPM പരീക്ഷണം ഇക്കുറി വിജയിക്കുകയായിരുന്നു. അത്യന്തം വാശിയേറിയ പോരാട്ടത്തിൽ സക്കറിയ ബായാർ 27 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ജനറൽ വാർഡിൽ ബി.ജെ.പി. വനിതാ സ്ഥാനാർത്ഥി ജയലക്ഷ്മി ഭട്ടിനെയാണ് മത്സരിപ്പിച്ചത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ജയലക്ഷ്മി ഭട്ട്. സ്ഥാനാർത്ഥിയുടെ തോൽവി ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയായി. UDF സ്ഥാനാർത്ഥി ആദം വള്ളൂർ 78 വോട്ടുകൾ നേടി. 2020-ൽ ഈ വാർഡിൽ കടുത്ത മത്സരം കാഴ്ചവെച്ച LDF വിരലിലെണ്ണാവുന്ന വോട്ടിനാണ് പരാജയപ്പെട്ടത്. ഇത്തരത്തിൽ എല്ലായ്പ്പോഴും കപ്പിനും ചുണ്ടിനുമിടയ്ക്ക് വിജയം നഷ്ടപ്പെടുന്ന വാർഡിൽ ഇത്തവണ മികച്ച പോരാട്ടവീര്യം കാഴ്ചവെച്ച് വിജയിച്ച് ചെങ്കൊടി പാറിക്കാനായതിൻ്റെ ആവേശത്തിലാണ് CPM. ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി LDF പ്രവർത്തകർ സക്കറിയ ബായാറിൻ്റെ വിജയം ആഘോഷമാക്കുകയാണ്. വോട്ടർമാരോട് നന്ദി പറഞ്ഞ സക്കറിയ ബായാർ നാടിൻ്റെ വികസനത്തിന് പ്രാമുഖ്യം നൽകിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നും നാടിന് നൽകിയ വാഗ്ദാനങ്ങളും ഉറപ്പുകളുമെല്ലാം പാലിക്കുമെന്നും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.